ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ സാറ്റർഡേ ആയിക്കൊണ്ട് ഞങ്ങളിതേ കേശുക്കുട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ സാറ്റർഡേയും ഒന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. ഈ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ചോക്ലേറ്റ് ഡ്രോപ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി അവന് ഒരു സ്പൈഡർമാൻ്റെ കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഈവനിങ് ടൈമായിരുന്നു പോയിരുന്നത്. ഏകദേശം ഒരു 7 മണിയോടുകൂടി നമ്മൾ കേശുക്കുട്ടൻ്റെ വീട്ടിലെത്തിയിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കിനും അത്യാവശ്യം സെലിബ്രേഷന് വേണ്ട ബലൂണുകളെല്ലാം വീർപ്പിച്ച് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മളും കൂടി വീർപ്പിച്ച് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് വരാനായിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അവരൊരു 8 മണിയോട് കൂടിയാണ് കേട്ടോ എത്തിയത്. അവർ വന്ന പാടെ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഇതാണ് കേശുക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവരുടെ ഫാമിലിയും. അവർ വന്നതോടുകൂടി നമ്മൾ കേക്കെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്, നമുക്ക് മെഴുകുതിരി ഊതിക്കെടുത്ത് കേക്ക് കട്ട് ചെയ്യേണ്ട, കാരണം അവൻ്റെ ഒരു പുതിയ തുടക്കമാണല്ലോ. അതിനിടയ്ക്ക് ഞങ്ങൾ കേക്കൊക്കെ വെച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, മെഴുകുതിരി ഇങ്ങനെ ഊതിക്കെടുത്തി കട്ട് ചെയ്യുന്നതിനോടാണോ, മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിനോടാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരു പുതിയ തുടക്കമാകുമ്പോഴത്തേക്കിനും നമ്മൾ ഊതിക്കെടുത്തിയല്ലല്ലോ തുടങ്ങേണ്ടത്. അതാണ് അക്ഷയ് പറഞ്ഞ കൺസെപ്റ്റ്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കിനും നമ്മുടെ കൺസെപ്റ്റൊക്കെ അവൻ പൊളിച്ചു കേട്ടോ. അന്നേരമാണ് അവൻ മെഴുകുതിരി ഊതിയില്ലെന്ന് ഓർത്തത്. അങ്ങനെ പുള്ളി അത് ഊതിക്കെടുത്തി. പോട്ടെ, സാരമില്ല, കൊച്ചല്ലേ. പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കുന്ന ടൈമിൽ അവൻ്റെ മാമനും വീഡിയോ കോളിലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവന് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവൻ ഓരോന്നോരോന്നായി പൊട്ടിച്ചൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡിങ്ങിലേക്ക് കടന്നു കേട്ടോ. സാധാരണ നമ്മൾ വെളിയിൽ പോയാണ് ഭക്ഷണം കഴിക്കാറ്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വരുത്തിക്കുകയായിരുന്നു. അപ്പോൾ ഗം ബിരിയാണി ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പർ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേരുടെ കലാപരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒരു മൈക്കൊക്കെ ആയിട്ട് 3 കൂടി ഇറങ്ങിയിട്ടുണ്ട് പാട്ടൊക്കെ പാടാനായിട്ട് കേട്ടോ. ഒറ്റത്തി പാട്. അങ്ങനെ അവരുടെ കലാപരിപാടിയൊക്കെ അവസാനിപ്പിച്ചപ്പോഴത്തേക്കിനും ഏകദേശം 11:30 ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.